പട്ടി ഓടിച്ചതിൻ്റെ പോരാഞ്ഞിട്ടാണ് വഴിയും തെറ്റി. എന്ത് പറയാനാ, ഞങ്ങൾ എവിടെ പോയാലും ഇത് തന്നെ. അങ്ങനെ വഴി കണ്ടുപിടിച്ച് ഞങ്ങൾ മാമിൻ്റെ വീട്ടിലെത്തി. കുറേ നാളിന് ശേഷം എല്ലാവരെയും കണ്ടുമുട്ടി. ഞങ്ങൾ പഠിപ്പിച്ച ഒരു മോളെയും കണ്ടു. അവൾ ഞങ്ങളെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേ പിള്ളേർക്ക് പേടി സ്വപ്നമാണല്ലോ. അങ്ങനെ മാമിനെ ഇപ്പോഴാണ് കണ്ടത്. തിരക്കിനിടയിൽ ഞാൻ മാമിനെ പിടിച്ച് നിർത്തി വീഡിയോ എടുത്തു. പിന്നെ പാട്ടും ഡാൻസും എല്ലാമായിട്ട് അടിച്ച് പൊളിച്ചു. ഒപ്പന ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് എല്ലാവരും, അതും വെയിലത്ത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഒരു ഡാൻസ് അങ്ങ് കളിച്ചു. എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴാണ് രണ്ട് ചേച്ചിമാർ അവിടെ ഇരുന്ന് ചക്ക വെട്ടുന്നത് കണ്ടത്. ഞങ്ങളുടെ കൊതി കൊണ്ടുള്ള നോട്ടം കണ്ടിട്ട് ചേച്ചിമാർ ചക്ക തരാമെന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, വേലിയും ചാടി ചക്ക മേടിക്കാനായി പോയി. ചക്ക മേടിച്ച് വഴിയിലൂടെ കഴിച്ചുകൊണ്ട് വന്നു. അപ്പോഴേക്കും ബസ് സ്റ്റോപ്പ് എത്തി. വിസ്മയ ടാറ്റയും പറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾക്കുള്ള ബസ്സും വന്നു. പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. സാധനം മേടിച്ചിറങ്ങിയപ്പോഴേക്കും മഴയും വീണു. പിന്നെ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു. ഓട്ടോ വിളിച്ചു ഞങ്ങൾ കുഴഞ്ഞു. മഴയത്ത് എല്ലാവരും അകത്ത് കയറിയിരിക്കുകയാണ്. അവസാനം വിളി കേട്ടു, ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. അടുത്ത വീട്ടിൽ കാണാൻ. ടാറ്റ, ബൈ ബൈ.